ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായിരിക്കുമ്പോൾ ഇന്ത്യൻ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകാമെന്നുള്ള കരുതലിൽ പാകിസ്ഥാൻ അവസാന പിടിവള്ളിക്കായി നെട്ടോട്ടമോടുകയാണ്. ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ വിളിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പാകിസ്ഥാൻ നിർബന്ധത്തിന് വഴങ്ങി സുരക്ഷാ കൗൺസിൽ കൂടി. പക്ഷേ അത് പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ UN രക്ഷാസമിതിയിൽ നടന്ന ആ മീറ്റിംഗിൽ എല്ലാവരും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ആണവ ഭീഷണി മുഴക്കുന്നത്, മിസൈൽ പരീക്ഷണം നടത്തുന്നത്, മറ്റൊന്ന് പൽഗാമിൽ മതം തിരഞ്ഞ് ആളുകളെ കൊന്നത്. ഇതിനെല്ലാം എതിരെ പാകിസ്ഥാനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങൾ ഉന്നയിച്ചത്. ഇതോടുകൂടി തന്നെ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും നീതി കിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ലോക രാജ്യങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് എതിരാണ് എന്നുള്ളത്. ഏതായാലും ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം കേന്ദ്രം അതിർത്തി സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ നാളെ മുതൽ ഈ മോക്ക് ഡ്രില്ലുകൾ, അതായത് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ, എതിരാളികളുടെ ആക്രമണം ഉണ്ടായാൽ എങ്ങനെയാകണം അതിനോട് റിയാക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ഫസ്റ്റ് എയ്ഡിൽ എന്തൊക്കെ കരുതണം, അതുപോലെ തന്നെയുള്ള പരിശീലനങ്ങൾ മറ്റുമൊക്കെ നൽകാൻ തീരുമാനമായിരിക്കുന്നു. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ സൈറൺ സ്ഥാപിക്കാനും തീരുമാനമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.